അതാണ് പറഞ്ഞത്. ആക്ച്വലി അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ട്വിസ്റ്റാണ്. നമ്മൾ ആക്ച്വലി ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്തൊരു രീതിയിൽ കൂടിയാണ് പ്ലോട്ട് പോയത്. സോ ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താ? അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ആണോ അതോ കാസ്റ്റ് ആണോ അതോ അതിന്റെ ഡയറക്ഷൻ? ഒബ്വിയസ്ലി കാസ്റ്റ് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള സംഭവമാണ്. സോ കാസ്റ്റാണ് മെയിൻ ആയിട്ടുള്ളത്. പിന്നെ പ്ലോട്ട് ഓൾസോ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പ്ലോട്ട്. സൂപ്പറായിട്ടുണ്ട്, ഇഷ്ടപ്പെട്ടു. ഫ്രെയിമുകളൊക്കെ അടിപൊളിയാണ്. നമ്മൾ മലയാളത്തിൽ അങ്ങനെ കാണാത്ത ഫ്രെയിമുകളൊക്കെയാണ്. പടം നമ്മൾ ലൈക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് പടം കണ്ടില്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് മനസ്സിലാകാതിരിക്കാൻ പറ്റുന്നൊരു പടമാണ്. ലൈക്ക് ട്വിസ്റ്റ് അങ്ങനെ മാറി തിരിച്ചും വന്നുകൊണ്ടേയിരിക്കും. ആക്ച്വലി ഒരു വി കാൺ കമ്പയർ ദ മൂവീസ്. നമുക്ക് എപ്പോഴും ഒരു പുതിയ പ്ലോട്ടാണ് ഈ ഫിലിം. ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ഇത് എങ്ങനെ നമ്മുടെ ഓഡിയൻസ് അക്സെപ്റ്റ് ചെയ്യുന്ന പോലെ ഇരിക്കും. ഇഷ്ടപ്പെട്ടു. എല്ലാം നന്നായിട്ടുണ്ട്. ഡയറക്ഷൻ, ക്യാമറ, ആർട്ട്, മേക്കപ്പ് എല്ലാം ഒരുപാട് നന്നായിട്ടുണ്ട്. എനിക്ക് ഒരുപാട് കുറച്ച് വ്യത്യസ്തമായിട്ടാണ്. ബ്യൂട്ടിഫുൾ ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ മൂവി, മസ്റ്റ് വാച്ച് മൂവി. ഒരു ഫ്രഞ്ച് സ്പാനിഷ് പടം കണ്ടിട്ട് കിട്ടുന്നൊരു ഫീൽ ഈ പടം തന്നിട്ടുണ്ട്. ഇതുവരെയും നമ്മൾ ആസിഫിനെ കണ്ടിട്ടില്ലാത്തൊരു രീതിയിലാണ് പടത്തിൽ ആസിഫിൻ്റെ ഒരു ക്യാരക്ടർ പോകുന്നത്. അടിപൊളിയാണ് മാസം. ഇത് ആക്ച്വലി ഡയറക്ടറിൻ്റെയും പ്രൊഡ്യൂസറിൻ്റെയും DOPയുടെയും മ്യൂസിക് ഡയറക്ടറിൻ്റെയും ആദ്യത്തെ മലയാളം റിലീസാണ്. അപ്പോൾ കുറേ ഡെബ്യൂട്ടൻസ് ഉണ്ട് ഇതിന്. സോ വി ആർ ഓൾ എക്സൈറ്റഡ്. നിങ്ങളെല്ലാവരും ഇപ്പോൾ പടം കാണുക, കണ്ടിട്ട് അഭിപ്രായം പറയുക. ഒരു ഷോയെ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അത് വെച്ച് ജഡ്ജ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷേ നിങ്ങളെല്ലാവരും ഇപ്പോൾ കാണുക. വ്യത്യസ്തമായ ജാനറാണല്ലോ. അപ്പോൾ മലയാളികൾ എങ്ങനെ എടുക്കും എന്നുള്ള ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ല, അതിൽ ഏറ്റവും സേഫ് മലയാളത്തിൽ ചെയ്യുന്നത് തന്നെയായിരിക്കും. കാരണം മലയാളം ഓഡിയൻസ് ആണ് ഏറ്റവും സെൻസിബിൾ ആയിട്ടുള്ള ഓഡിയൻസ്. അതുകൊണ്ടാണ് മലയാളത്തിൽ നല്ല നല്ല സിനിമകൾ വരുന്നതും. ബാക്കിയുള്ള ഫിലിം മേക്കേഴ്സിന് ബാക്കി സ്റ്റേറ്റ്സിന് അങ്ങനത്തെ സിനിമകൾ ഉണ്ടാക്കാൻ അറിയാനിട്ടല്ല. അവിടുത്തെ ഓഡിയൻസ് ഇത്രയും സെൻസിബിൾ അല്ലാത്തത് കൊണ്ടാണ് അവിടെ അങ്ങനത്തെ സിനിമകൾ വരാത്തത്. അതുകൊണ്ട് തന്നെ ഐ എം വെരി ഹോപ്പ്ഫുൾ ആൻഡ് ഐ റിയലി ഹോപ്പ് പീപ്പിൾ വിൽ ഗോ വാച്ച് ദ ഫിലിം ഇൻ തിയേറ്റേഴ്സ് ആൻഡ് ഗിവ് us their love. ഓ ഇല്ല. ഞാൻ അർഫാസ് വിളിക്കുമ്പോൾ തന്നെ ഞാൻ സൂപ്പർ സ്റ്റാർ ഡയറക്ടർ എന്നാണ് വിളിക്കുന്നത്. അർഫാസിന്റെ പേര് അങ്ങനെ സേവ് ചെയ്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വർക്ക് ചെയ്തതിൽ എസ്പെഷ്യലി ന്യൂ ഡയറക്ടേഴ്സിൽ വർക്ക് ചെയ്തതിൽ വൺ ഓഫ് ദ മോസ്റ്റ് ടാലൻറ്റഡ് ആൻഡ് അത്രയും ക്ലാരിറ്റിയോടെ നമുക്ക് തോന്നുന്നില്ല നമ്മളൊരു പുതിയ ഡയറക്ടറോടെ വർക്ക് ചെയ്തത്. അത്ര സ്റ്റെഡ് ഫാസ്റ്റ് ആണ്, അത്രയും ക്ലാരിറ്റി ഉണ്ട്. ആൻഡ് ഇങ്ങനത്തെ ഒരു സിനിമ അല്ലേ ഒരു പുതിയ ഡയറക്ടറിൻ്റെ അടുത്താണെന്നുള്ളത് നമുക്ക് കാണുമ്പം അത് നന്നായി ചെയ്തിട്ടുണ്ട്. വളരെ മെച്ചുവേർഡായിട്ട് അർഫാസ് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്ക് ഐ വുഡ് വി വുഡ് ബി കണ്ടിന്യൂയിങ് വർക്കിംഗ് ടുഗദർ ഫോർ ഷുവർ. He's like my family now. വെരി ഹാപ്പി ഫോർ ഹിം ആക്ച്വലി. 14 വർഷത്തെ ഹാർഡ് വർക്കിന് ശേഷമാണ് ഇന്ന് അദ്ദേഹത്തിൻ്റെ പടം ഇറങ്ങിയിരിക്കുന്നത്. നാളെ കണ്ടില്ലേ, ഇപ്പോൾ ഒരു റിലീസിൻ്റെ ടെൻഷനിൽ തന്നെ ഒരു 10-15 കിലോ പറഞ്ഞിട്ടുണ്ട്. ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു അർഫാസിൻ്റെ ഭാര്യ കംപ്ലൈൻറ്റ് ചെയ്യുന്നു ഉറങ്ങുന്നേ ഇല്ലാതെ. അപ്പോൾ അത്രയും ഹാർഡ് വർക്കിന് ശേഷം വന്നിരിക്കുന്ന ഒരു പടമാണ്.